ഹായ്, അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് കൂടുതലായിട്ട് സാധനങ്ങളൊന്നും വേണ്ട. റവയും കുറച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഓയിലും മാത്രം മതി. നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നല്ല തരിയുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ചെറിയ ജാറിലേക്ക് ഈ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ചിട്ട് റവ എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. റവ ആയതുകൊണ്ട് ഇത് എത്ര നന്നായിട്ട് പൊടിച്ചാലും ചെറിയൊരു തരി ഉണ്ടാവും. അത് കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടുകയും വേണം. ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അജ്വൈനാണ് ചേർത്തിട്ടുള്ളത്. അയമോദകം ഇതുപോലെ കൈകൊണ്ട് ഞെരടിയിട്ട് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് തിരുമ്മി നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ വേണ്ട, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടിൻ്റെയൊക്കെ മാവ് നനച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് തന്നെ ഒരു നനവിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി മാവ് കുഴച്ചെടുക്കാം. റവ ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇത് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഈ വെള്ളമൊക്കെ അങ്ങ് പിടിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതായത് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. വെള്ളം ഒന്നിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാവ്. എന്നിട്ട് ഇത് റോളർ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ മാവ് കൂടുതലായിട്ട് ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ ഇത് പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് വേണം ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ. എന്നിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് സൈഡിൽ ഒരു ഷേപ്പ് ഇല്ലാത്തതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അത് വീണ്ടും കുഴച്ചിട്ട് ഒന്നുകൂടി പരത്തിയെടുക്കാം. പറ്റുന്നത്ര രീതിയിൽ ഇത് ഒന്ന് നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ റവ ആയതുകൊണ്ട് ഒരുപാട് നമുക്കങ്ങ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് നൈസാക്കാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പറ്റുന്ന രീതിയിൽ നൈസാക്കിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ അതും സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിക്കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിയെടുക്കാം. ഈ ഒരു നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതൊന്നിച്ചിട്ടെന്ന് കരുതിയിട്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, പൊട്ടിപ്പോകത്തുമില്ല. ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു സ്നാക്കാണിത്. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ഹാർഡൊന്നുമല്ല, എന്നാൽ പുറമേ നല്ല ക്രിസ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്